പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങളിന്ന് ഉച്ചതിരിഞ്ഞ് നമ്മുടെ വീടിൻ്റെ പിൻവശത്തിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രണയകഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ചേട്ടൻ എന്നെ 2002 നവംബർ 12 രാവിലെ 10 മണിക്ക് വന്ന് പെണ്ണ് കണ്ടതിന് ശേഷം എൻ്റെ വീട്ടിൽ എന്ത് സംഭവിച്ചു അതാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ദുരൂഹത അല്ലെങ്കിൽ അത് ചുരുളാണ്. ഞാൻ പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. കണ്ണൂര് ധർമ്മടത്തിരുന്നു കൊണ്ട് നമ്മുടെ തലശ്ശേരി ധർമ്മടത്തിരുന്നുകൊണ്ട് സുധർമ്മൻ ചേട്ടൻ, നമ്മുടെ ഒരു ആരാധകൻ, മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു നാടകം. അതിൻ്റെ ഒരു 2 പേജ് അന്ന് ഞാൻ വായിച്ചപ്പോൾ കുറേ പേര് അതിൽ കമൻ്റ് ഇട്ടത് അതൊന്നും മുഴുവൻ വായിക്കുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ വായിക്കാൻ പോണേ കേട്ടോ. ആരും അറിയാത്ത രഹസ്യം ഇപ്പൊ ഒരു വീട്ടുകാർ പോലും പറഞ്ഞിട്ടില്ല. അതന്നെ, ഇത് കാണുമ്പോഴും എൻ്റെ അച്ഛനമ്മേനെ അറിയാതൊക്കെ. അപ്പം ഇങ്ങനെയാണ് കേട്ടോ അത് അവിടെ മേശം വെച്ചിട്ട് ജഗ്ഗു ചായ തട്ടി കളഞ്ഞിട്ട് ദേ ഇവിടേക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. തുറന്നു കഴിഞ്ഞാൽ ദേ ഇങ്ങനെയാണ്. അജുസരി ഇൻ ലവ് അറ്റ് 22 കണ്ടാ എന്തൊക്കെയാണ് ആളുണ്ടാക്കി ചെയ്ത് വെച്ചേക്കണേ. എന്താണ് ഇൻസൈഡ്? അപ്പോൾ എന്ത് സാധനം തുടങ്ങുമ്പോൾ നാടകമായാലും പരസ്യമില്ലാത്ത പരിപാടിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തുടക്കം നല്ല പരസ്യമാണ്. അത് ഞാൻ വായിക്കാം. ഓടിവാഗടികളെ കെട്ടഴിച്ചെടുത്തോ കുട്ടിയോളെ. ചാക്കിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, അത് കെട്ടഴിച്ചെടുത്തോളാനാണ് ആൾ പറയണേ. ഈ ചാക്കിനുള്ളിൽ ചോക്കില്ല, എന്നാൽ ജോക്കുള്ള തോന്നിയാസങ്ങളുമായി ചിരിച്ചിന്താ ചിത്രശലഭം കസവ് തുന്നിയ കളികാര്യ കുസൃതികൾ കൊണ്ട് ഊടും ഭാവും നെയ്ത് നർമ്മധർമ്മ ഭാവനകൾ കൊണ്ട് അലക്കി തേച്ചൊരു നാടകമുണ്ട്. നമുക്ക് ഒരു നാടകം, ഇതിലൊരു നാടകമുണ്ട് ഇതിൻ്റെ ഉള്ളിലെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നാടകമുണ്ട്, ഇത് ഉടുക്കുന്ന മുണ്ട്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വായിക്കാം നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച്. അടുത്ത പേജ് എടുക്കുമ്പോൾ ചാക്കിനുള്ളിലുള്ളത് നാടക നടന്മാർ ഉടുക്കുന്ന നാടൻ മുണ്ടല്ല, സിനിമാ നടന്മാർ പരസ്യത്തിനായി മാത്രം ഉടുക്കുന്ന രാംരാജ്, MCR, കിറ്റക്സ്, വിക്കിംഗ് എന്നീ കമ്പനികളുടെ മുണ്ടല്ല, കമ്പനി പടിക്കൽ വെച്ച് ഊരിപ്പോയ മുണ്ടല്ല, ഊരിലാരും ഉടുത്ത മുണ്ടുമല്ല. എന്നാൽ ഇത് ഒല്ലൂരെന്ന ഊരിൽ എത്തുന്ന മുണ്ട്, കണ്ണൂരെന്ന ഊരിൽ നിന്നും വരുന്ന മുണ്ട്, ഉള്ളിലായുള്ള ആ മുണ്ട് വെള്ളമുണ്ടല്ല, കാവിമുണ്ടല്ല. അതിന് ചേട്ടൻ ഇവിടെ വന്നു 15ാമത്തെ പേജിൽ നിന്നാണ് നാടകം തുടങ്ങണേന്ന് ആലോചിക്കണം കേട്ടോ. അതുവരെ ഇൻട്രോയാണ്. ഉള്ളിലായുള്ള ഈ മുണ്ട് കള്ളിമുണ്ടല്ല, കള്ളമുണ്ടുമല്ല, ഫുള്ളായി ധരിക്കാനോ ഫുൾ ഫിറ്റ് ആയാൽ വിരിച്ചു കിടക്കാൻ പറ്റാത്തതുമായ തോർത്തുമുണ്ടുമല്ല, ഉള്ളിൽ ധരിക്കാൻ പറ്റാത്ത എന്നാൽ ചിരിക്കാൻ പറ്റുന്നൊരു നാടകമുണ്ട്. അതെ, ഉള്ളിൽ തോർത്തുമുണ്ടില്ലെങ്കിലും ഉള്ളിൽ തട്ടുന്ന പഴയകാലം ഓർത്ത് ചിരിക്കാൻ പറ്റുന്നൊരു നാടകമുണ്ട്. യെസ് ഗഡീസ്, ചാക്കിനുള്ളിൽ ജോക്കുള്ളൊരു നാടകമുണ്ട്. നാടകത്തെക്കുറിച്ച് അല്പം. നാടിൻ്റെയും നടനത്തിൻ്റെയും അകമാണ് നാടകം. ഇത് വേണ്ടാന്ന് തോന്നുന്നു, കുറേ ഉണ്ട്. അത് നാടകത്തിനെ കുറിച്ചിട്ട് പൊതുവായിട്ട് എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് നാടക നിരൂപകൻ പ്രൊഫസർ വിരൂപാക്ഷൻ പിള്ള എന്ന് പറഞ്ഞിട്ടാണ് ആളിതൊക്കെ എഴുതിയേക്കണത്. പിന്നെ നാടകക്കാരനെ കുറിച്ച് സ്വല്പം എന്ന് പറഞ്ഞിട്ട് ആളെ കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. അത് വായിക്കണം. പല നാട്യക്കാരുടെയും നാവടപ്പിക്കാനും ഭാവം അടപ്പിക്കാനും പല പല നമ്പർ ഇറക്കിയവനാണ് ഈ നാടകക്കാരൻ. നാടടക്കി വാഴുന്നവരാണെന്ന ഭാവത്തിലിരുന്ന പലരുടെയും അകത്ത് എന്താണെന്ന് വെളിപ്പെടുത്താൻ നാടകമിറക്കിയവനുമാണ് ഈ നാടകക്കാരൻ. അതുകൊണ്ട് തന്നെ നാടിൻ്റെ അകവും വീടിൻ്റെ അകവും വിട്ട് അകലെയായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഈ നാടകക്കാരനെ. നടനെ അല്ലെങ്കിലും നാട്യങ്ങൾ അറിയാത്തവനെങ്കിലും നാടിൻ്റെയും നാട്ടുകാരുടെയും നടനത്തിൻ്റെയും അകമെന്താണെന്ന് നന്നായി അറിയുന്ന പാവം ഒരു നരനാണ് ഈ നാടകക്കാരൻ. അങ്ങനെ എഴുതിയേക്കാണ് വിരൂപാക്ഷൻ. എന്താ കഥ? അടുത്ത പേജ്. ഈ നാടകക്കഥ ഒരു നടന്ന കഥയാണ്, ഒപ്പം ഓടിയ കഥയുമാണ്. കഴിഞ്ഞ 5 ശരിയാണ്, നമ്മൾ നടന്ന സംഭവം എന്നാ പറയാ അല്ലേ, ഓടിയ സംഭവം എന്ന് പറയില്ല അല്ലേ? നമ്മളെന്തേലും പറയുമ്പോൾ നടന്നത് എന്ന് പറയാ, ഓടിയതെന്ന് പറയില്ല. കഴിഞ്ഞ 5 വർഷമായി നാടകക്കാരൻ മനസ്സിൽ പിച്ച വെച്ച് നടന്നും ഓടിയതും പിന്നെ തുള്ളിച്ചാടി കളിച്ചതുമായ കഥ. എൻ്റെ പൊന്നെ, 5 കൊല്ലം കൊണ്ടാണോ അത് എഴുതിയത്? നാടകക്കാരൻ്റെ ഫാന്റാസ്റ്റിക് ഭാവനയിൽ തത്തിക്കളിച്ച കഥ, പിന്നെ ചെത്തിമിനുക്കിയ കഥ. ഇപ്പോൾ കാണികളുടെ കൺമുന്നിലെത്തുമ്പോൾ കഥാപാത്രങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോ ചിരിച്ച് ജീവിച്ചിരുന്നവരോ കളിച്ച് ചിരിച്ച് സ്നേഹിച്ച് ജീവിച്ചിരുന്നവരോ ആയ ആരെങ്കിലും പലരുമായിട്ട് സാദൃശ്യം തോന്നുകയാണെങ്കിൽ അത് യാദൃശ്യമല്ല, നാടകക്കാരൻ മനഃപൂർവ്വം ചെയ്ത പണി തന്നെയാണ്. കാരണം കഥാപാത്രങ്ങളൊക്കെ നാടകക്കാരൻ്റെ മനസ്സിൽ ഇഷ്ടതലങ്ങളിൽ അക്ഷയപാത്രങ്ങളാണ്. അങ്ങനെ യഥാർത്ഥ ജീവിത മനുഷ്യപാത്രങ്ങളെ ഭാവനയുടെ അക്ഷയപാത്രത്തിലിട്ട് കഴുകിയെടുത്ത് തുടച്ചു പെരുക്കി കഥാപാത്രങ്ങളാക്കി അണിനിരത്തി വിശ്വവിഖ്യാത നാടകക്കാരൻ വില്യം ഷേക്സ്പിയറിൻ്റെ മാനസപുത്രനും വിഖ്യാത നാടകക്കാരൻ NN പിള്ളയുടെ അനന്തരവനും പിൻഗാമിയും അരുമശിഷ്യനും
സർവോപരി കള്ളമില്ലാത്ത പിള്ള മനസ്സിൻ്റെ ഉടയുമായ ഡാഷ് പിള്ള സാക്ഷാത്കാരം നടത്തി അരങ്ങിലെത്തിക്കുന്ന ചിരിയരങ്ങുണർത്തുന്ന നാടകം വിവാഹവേഗം അഥവാ വൈകാത്ത വിവാഹം. നാടകം തുടങ്ങുകയാണ്. വിവാഹവേഗം അഥവാ വൈകാത്ത വിവാഹം. നാടകാവിഷ്കാരം നിർമ്മാണം കണ്ണംകുളങ്ങര രസിത തിയേറ്റേഴ്സ്. നാടകരചന, കലാസംവിധാനം, ഗാനരചന, സംഗീത സംവിധാനം, പശ്ചാത്തല സംഗീതം, സ്റ്റേജ് കെട്ടൽ, കർട്ടൻ കെട്ടൽ, ചായ കൂട്ടൽ, ചായ കൊടുക്കൽ, രംഗപടം, വസ്ത്രാലങ്കാരം, കേശാലങ്കാരം, മേക്കപ്പ്, ചായക്കപ്പ് കഴുകൽ, വെളിച്ചവിധാനം, ശബ്ദവിന്യാസം, വർണ്ണവിധാനം, അനൗൺസ്മെൻറ്റ്, ബെല്ലടിക്കൽ, കർട്ടൻ പൊക്കൽ, പിറകിൽ നിന്ന് ഡയലോഗ് പറഞ്ഞു കൊടുക്കൽ, കർട്ടൻ താഴ്ത്തൽ, കൂവൽ കേൾക്കൽ, കാണികളെ നേരിടൽ, കമ്മിറ്റിയെ നേരിടൽ, സ്റ്റേജ് അഴിക്കൽ, ഗജാഞ്ചിയെ നേരിടൽ, കിട്ടുന്നത് വാങ്ങൽ അടക്കം ആകെ മൊത്തം സംവിധാനം ധർമ്മം പിള്ള. എന്നൻ പിള്ളയുടെ വകയിലൊരു അനന്തരവൻ പിള്ള. ഇനി രംഗത്ത് ശാരിക്കുട്ടി എന്ന പാവം പെൺകുട്ടി നായിക. ശാരിക്കുട്ടിയുടെ പിതാശ്രീ സഖാവ് കേശവേട്ടൻ. ശാരിക്കുട്ടിയുടെ മാതാശ്രീ ശ്രീമതി ശ്രീദേവി ചേച്ചി. ശാരിക്കുട്ടിയുടെ സഹോദര ശ്രീ തുന്തുരു ആങ്ങള. ശാരിക്കുട്ടിയുടെ അമ്മാവൻ ശ്രീ കല്യാണം കുടുക്കി മാമൻ. അദൃശ്യ സാന്നിധ്യം താമരശ്ശേരിയിലെ തങ്കം പോലൊരു തങ്കപ്പടിക്കാരൻ പയ്യൻ. നായികയുടെ പ്രതിശ്രുത വരൻ. അദൃശ്യ സാന്നിധ്യം ഇട്ടിട്ട് ആള് ഡയറക്റ്റായിട്ട് വരുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് ആളുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട്. അതെ. ഒരു പ്രത്യേക അറിയിപ്പ് അഥവാ കാണികളോട് ഒരു കാല് പിടിച്ച അപേക്ഷ. ഇതൊരു ചവിട്ട് നാടകമല്ല. അതിനാൽ തന്നെ നാടകം കണ്ട ശേഷം ആരും നാടകക്കാരൻ ചവിട്ടുകയോ ആർക്കും നാടകക്കാരൻ ചവിട്ടി ഉരുട്ടാൻ തോന്നുകയോ അരുത്. ഡോണ്ടു. ഇപ്പോൾ 2003 കാലഘട്ടത്തിൽ നടന്ന കഥയാണ്. അപ്പോൾ പ്രേക്ഷകർ മനസ്സുകൊണ്ട് ആ കാലഘട്ടത്തിലേക്ക് ഒരു യൂ ടേൺ എടുക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ്. കാലഘട്ടം അതാണല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിലത്തെ ആക്സസറീസും ആ ആംബിയൻസും ഒക്കെ ആയിരിക്കും, ഡയലോഗ്സും ഒക്കെ അതുപോലത്തെ ആയിരിക്കും. ഇപ്പോഴത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല കല്യാണമല്ലല്ലോ, കല്യാണത്തിന് പെണ്ണ് കാണലല്ലേ. അതെ. അപ്പൊ യൂട്യൂബ് ഇല്ലാത്ത കാലത്തേക്ക് ഒരു യൂട്ടേൺ. അപ്പോൾ ഇത് ഞാനിനി ഇതാ നാടകത്തിൽ നിന്ന് തുടങ്ങാട്ടാ. അന്ന് കേട്ടിട്ടുള്ളവർക്ക് അറിയാം. ആദ്യത്തെ 2 പേജ് അത് ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. കർട്ടൻ ഉയർന്നപ്പോൾ, വൈകാത്ത വിവാഹത്തിന് തിരശ്ശീല ഉയർന്നപ്പോൾ. രംഗം 1. ഒരു ശോകമുഖമായി മ്യൂസിക് അടങ്ങുന്ന പശ്ചാത്തല സംഗീതത്തിൻ്റെ അകമ്പടിയോടെ ഒരു കൊച്ചു വീട്ടിലെ കൊച്ചുമുറിയുടെ ദൃശ്യം. വെളിച്ച വിന്യാസത്തിനനുസരിച്ച് മുറിയിലെ കൊച്ചു മേശയും കസേരയും മേശമേലെ പുസ്തകങ്ങളും കൊച്ചു റേഡിയോയും തെളിയുന്നു. ഒപ്പം മേശയ്ക്കപ്പുറമായി ഭിത്തിയോട് ചേർന്ന ഒരു കൊച്ചു കട്ടിലും കട്ടിൽ കിടന്നൊരു പെൺകൊച്ച് തലയണയിൽ മുഖം അമർത്തി ഏങ്ങി കരയുന്ന ദൃശ്യവും ശബ്ദവും വ്യക്തമാവുന്നു. എനിക്ക് വേണ്ടേ, എനിക്ക് വേണ്ടേ, എനിക്ക് വേണ്ടേ, എനിക്കിപ്പോൾ തീരെ വേണ്ടേ, ഞാനിപ്പോൾ ചാവേ എന്നൊക്കെ പെൺകൊച്ച് കരച്ചിലിനിടയിൽ പറയുന്നുമുണ്ട്. കരച്ചിലിൻ്റെ ഇടയിൽ വന്നൊരു ഗ്യാപ്പിൽ മേശമിൽ നിന്ന് റേഡിയോ ശബ്ദിക്കുന്നു. ആകാശവാണി തൃശ്ശൂർ. ശ്രോതാക്കളെ, അടുത്തതായി ന്യൂജൻ നാടകഗാനങ്ങൾ. പെൺകുട്ടി കരച്ചിൽ ബ്രേക്ക് നൽകി റേഡിയോ ശ്രദ്ധിക്കുമ്പോൾ റേഡിയോയിൽ നിന്ന് ന്യൂജൻ ഗാനങ്ങൾ ഉയരുന്നു. ഇല്ലിമുളം കാടുകളിൽ എല്ലലം പാടി വരും തെന്നലേ ഏതെന്നലേ, മിയാവാക്കി കാടുകളിൽ വള്ളികളിൽ ആടിയിടുമ്പോൾ തെന്നല്ലേ തെന്നി വീഴല്ലേ. പാട്ട് കേട്ടതും പെൺകൊച്ചിൻ്റെ ചുണ്ടിലൊരു മൈക്രോ പോയിന്റ് ചിരി വിരിഞ്ഞെങ്കിലും ആ ചിരി പിച്ചെടുത്ത് ദൂരെ കളഞ്ഞ് പിന്നെ റേഡിയോയുടെ വോളിയത്തേക്കാൾ കൂടിയ വോളിയത്തിൽ പെൺകൊച്ചു തൻ്റെ കരച്ചിലെ വോളിയം കൂട്ടുന്നു. അയ്യോ വേണ്ടായേ, ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിലും നല്ല കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴൊന്നും വേണ്ടായേ, എനിക്കിപ്പോൾ തീരെ വേണ്ടായേ, വേണ്ടായേ, ഞാനിപ്പോൾ ചാവേ എന്നൊക്കെ പറഞ്ഞ് പെൺകൊച്ചു തൻ്റെ കരച്ചിലെ ഹൈ വോളിയത്തിലാക്കുന്നതോടെ കർട്ടൻ വീഴുന്നു. രംഗം 2. കർട്ടൻ ഉയരുമ്പോൾ സീൻ തദൈവ. പെൺകുട്ടി കരച്ചിലും പിഴിച്ചിലും തുടരുന്നു. തത്സമയം റേഡിയോയിൽ നിന്ന് ഒരു പരസ്യഗാനം ഉയർന്നു. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു മടക്കി കുത്താൻ ചെട്ടിയാർമുണ്ട്, ചെട്ടിയാർമുണ്ട്. ചൊടിയോട് ഉടുക്കുവാനും മടക്കി കുത്തി അഹംഭാവം പ്രകടിപ്പിക്കാനും കുത്തഴിച്ച് ബഹുമാനം പ്രകടിപ്പിക്കാനും ചെട്ടിയാർമുണ്ട്, ചെട്ടിയാർമുണ്ട്. നാണമുള്ളവർക്ക് അരയിലൊടുക്കാനും നാണമില്ലാത്തവർക്ക് കഴിച്ച് തലയിൽ കെട്ടാനും പറ്റുന്നുമുണ്ട് ചെട്ടിയാർമുണ്ട്. മമ്മൂക്കയും ലാലേട്ടനും ഒരുപോലെ ഇഷ്ടപ്പെടുന്നുമുണ്ട് ചെട്ടിയാർമുണ്ട്, ചെട്ടിയാർമുണ്ട്. പരസ്യം കേട്ടിട്ട് പെൺകുട്ടിയെ കലി കയറുന്നു. അവൻ്റെ ഒരു ചെട്ടിയാർമുണ്ട് എന്നും പറഞ്ഞ് പെൺകുട്ടി കട്ടിൽ നിന്നും എഴുന്നേറ്റ് റേഡിയോ ഓഫാക്കുന്നു. വീണ്ടും കിടക്കയിലേക്ക് തന്നെ വീണ് തൻ്റെ കരച്ചിൽ റീസ്റ്റാർട്ടാക്കുന്നു. കർട്ടൻ വീഴുന്നു. രംഗം 3. കർട്ടൻ വരുമ്പോൾ സീൻ വീണ്ടും തദൈവ. പെൺകുട്ടി കരച്ചിൽ മാക്സിമം വോളിയത്തിലാക്കുന്നു. ആ കൊച്ചുമുറിയിൽ ഒരു സൗണ്ട് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഇഫക്റ്റ് ഉണ്ടാക്കും വിധം പെൺകൊച്ചിൻ്റെ കരച്ചിൽ വരുമ്പോൾ കൊച്ചിൻ്റെ അച്ഛൻ സഖാവ് കുറുക്കഞ്ചേരി കേശവേട്ടൻ മുറിയിലേക്ക് പ്രവേശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പൊതി.
അച്ഛൻ്റെ സമയം പറഞ്ഞ് കൊച്ചു തൻ്റെ കരച്ചിൻ്റെ ഒച്ച കൂട്ടുന്നു. ഞേ അച്ഛ അച്ഛ എനിക്ക് വേണ്ട അച്ഛ, എനിക്കിപ്പോഴൊന്നും വേണ്ട അച്ഛാ ഞേ. തൻ്റെ സീമന്തപുത്രി ശാരിക്കുട്ടിയുടെ ശാന്തത തീരെയില്ലാത്ത ആ കരച്ചിൽ കേട്ട് ആ പിതാവിനും വന്നു കരച്ചിലിൻ്റെ സ്റ്റാർട്ടിങ്ങായി. ഒരു വിതുമ്പൽ, ആ വിതുമ്പൽ കടിച്ചമർത്തി കേശവേട്ടൻ കട്ടിലിരുന്നു തൻ്റെ പുത്രിയുടെ തലയിലൊന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു, കേശവേട്ടൻ മോളെ അച്ഛൻ്റെ ശാരിക്കുട്ടി നീ ഇങ്ങനെ കരയാതെ, നീ മുട്ട പപ്സ് കഴിച്ചാട്ടെ. മുട്ട പപ്സ് എന്ന് കേട്ടതും പെൺകുട്ടി പെട്ടെന്ന് തന്നെ കട്ടിൽ നിന്നും ചാടി എണീറ്റ് തൻ്റെ കയ്യിലെ പൊടിയൊക്കെ തട്ടി ആ കൈ തൻ്റെ പിതാവിൻ്റെ നേർക്ക് നീട്ടി. തൻ്റെ പുത്രിക്ക് വന്ന ഭാവമാറ്റത്തിൽ ഞെട്ടിയ ആ പിതാവ് പൊതിയടങ്ങിയ തൻ്റെ കൈയൊന്ന് പിൻവലിക്കുന്നതിന് മുൻപേ തന്നെ പെൺകുട്ടി തട്ടിപ്പറിച്ചെടുത്തിരുന്നു ആ മുട്ട പപ്സ് അടങ്ങിയ പൊതി. സഖാവ് കേശവേട്ടൻ മോളെ തുന്തുരുവിനൊന്ന് കൊടുക്കണേ, 2 മോള് തിന്നോളൂ കേട്ടോ. പെൺകുട്ടി ഇല്ല ഞാൻ കൊടുക്കൂല, 3 ഞാൻ തന്നെ തിന്നും. അനന്തരം സഖാവ് കേശവേട്ടൻ നോക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ സീമന്തപുത്രി ശാരിക്കുട്ടി 2 മുട്ട പപ്സുകൾ കമകമാകുന്നതിനകത്താക്കി. പിന്നെ 3ാമത്തെ പപ്സ് പൊതിഞ്ഞ് തൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഡ്രോയറിൽ വെച്ച് പൂട്ടി ചാവി തൻ്റെ തലയണയുടെ അടിയിൽ വെച്ച ശേഷം പിന്നെ ആ തലയണയിൽ തന്നെ വീണ് കരയാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തൻ്റെ കരച്ചിലിൻ്റെ സ്വിച്ച് ഓണാക്കി. ഞേ വേണ്ടച്ചാ, എനിക്കിപ്പോഴൊന്നും വേണ്ടച്ചാ, അയ്യോ വേണ്ടായേ. സഖാവ് കേശവേട്ടൻ വേണ്ടെങ്കിൽ മോള് പിന്നെ തിന്നോളൂ, അതിനല്ലേ മോള് മേശവലിപ്പിലിട്ട് പപ്സിനെ പൂട്ടിയത്. പെൺകുട്ടി അയ്യോ അതല്ല അച്ഛാ, എനിക്ക് വേണ്ടായേ, എനിക്കിപ്പോഴൊന്നും വിവാഹം വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അച്ഛാ, വേണ്ടായേ. മുട്ട പപ്സിൻ്റെ ശേഷിപ്പുകൾ അലങ്കരിച്ച ചുണ്ടും മുഖവുമായിട്ടുള്ള ശാരിക്കുട്ടിയുടെ കരച്ചിൽ കണ്ട കേശവേട്ടന് ചിരി പൊട്ടി. അത് കണ്ട് പെൺകുട്ടിക്ക് ശുണ്ടി കൂടി. അവൾ വീണ്ടും കരച്ചിലെ വോളിയം കൂട്ടി. കർട്ടൻ വീഴുന്നു. രംഗം 4. കർട്ടൻ വീഴുമ്പോൾ സഖാവ് കേശവേട്ടൻ തൻ്റെ മകളെ ചേർത്ത് പിടിച്ച് കട്ടിലിരിക്കുന്നു. അദ്ദേഹം തൻ്റെ വലം കൈകൊണ്ട് മകളുടെ ശിരസിലും കാർക്കൂന്തലിലും തഴുകുന്നു. മകൾ തൻ്റെ പിതാവിൻ്റെ തോളിൽ മുഖം ചേർത്ത് വിതുമ്പുന്നു, കണ്ണീർ പൊഴിക്കാൻ ശ്രമിക്കുന്നു. കരച്ചിൽ തുടരുന്നു. പശ്ചാത്തലത്തിൽ മകളെ പാതി മലരേ നീ മനസ്സിലെന്നെ അറിയുന്നുവോ, ആ ഗാനത്തിൻ്റെ ഈരടികൾ. സഖാവ് കേശവേട്ടൻ മോളെ ശാരിക്കുട്ടി നീ ഇങ്ങനെ കരയാതെ, നീ വിവാഹത്തിന് സമ്മതിക്കി. നീ താമരശ്ശേരി കുടുംബമെന്ന് കേട്ടിട്ടില്ലേ, താമരശ്ശേരി കുടുംബമെന്ന്. വിതുമ്പലും ഗദ്ഗതവും നിർത്തിക്കൊണ്ട് പെൺകുട്ടി തലയുയർത്തി അച്ഛനൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇല്ല അച്ഛ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ താമരശ്ശേരി കുടുംബം എന്ന് കേട്ടിട്ടേ ഇല്ല. പക്ഷെ താമരശ്ശേരി ചുരം മൊയ്തീനെ ആ ചെറിയ സ്പാനർ ഇങ്ങോട്ട് ഇപ്പം ശരിയാക്കി തരാം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പെൺകുട്ടി കരച്ചിൽ വീണ്ടും തുടരുന്നു. പിതാവിന് ആ കരച്ചിലെ തീവ്രതയുടെ തോത് എത്ര കണ്ടുണ്ടെന്ന് മനസ്സിലായെങ്കിലും അദ്ദേഹം പറഞ്ഞു, മോളെ നിൻ്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. മോളുടെ പഠനം നിന്നു പോകുമെന്ന ഭയം കൊണ്ടല്ലേ? അതൊന്നും ഉണ്ടാവില്ല, ഉറപ്പ്. മോളെ ഈ താമരശ്ശേരി കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടുകാരല്ലേ, നല്ല ഐക്യവും അധ്വാനശീലവും ഉള്ളതും ഒപ്പം നല്ല ഒന്നാന്തരം കാർഷിക താല്പര്യമുള്ള മാതൃകാ കുടുംബമല്ലേ അവര്. പോരാഞ്ഞ് നല്ല തങ്കക്കൂടം പോലൊരു തങ്കപ്പണിക്കാരൻ പയ്യനും. എൻ്റെ മോളുടെ ഭാഗ്യമല്ലേ ഇതൊക്കെ. പെൺകുട്ടി പെട്ടെന്ന് അച്ഛൻ്റെ പിടിയിൽ നിന്ന് മാറി കട്ടിലിൽ വീണ് പൊട്ടിക്കരയുന്നു. അയ്യോ വേണ്ടായേ, തങ്കപ്പണിക്കാരൻ എനിക്ക് തീരെ വേണ്ടായേ, തങ്കപ്പണിക്കാരൻ എനിക്ക് വേണ്ടായേ, അതും മീശയില്ലാത്തത്, അയ്യേ എനിക്ക് വേണ്ടായേ, എനിക്കിപ്പോൾ കല്യാണം വേണ്ടായേ. കേശവേട്ടൻ അതിദുഃഖിതനായി നെറ്റിയിൽ മുഷ്ടി ചേർത്തിരിക്കുമ്പോൾ കർട്ടൻ വീഴുന്നു. രംഗം 5. കർട്ടൻ വീഴുമ്പോൾ പശ്ചാത്തലത്തിൽ പെൺകുട്ടിയുടെ കരച്ചിൽ. അതിദുഃഖത്തിൻ്റെ തുടർച്ചയായി കേശവേട്ടനെ മുറിയിലൂടെയുള്ള ശരീരമുലഞ്ഞുള്ള ഉലാത്തൽ, ഇടയ്ക്കിടെ പെൺകുട്ടിയുടെ രോദനത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ. ശാരിക്കുട്ടി എന്ന പാവം പെൺകുട്ടിയുടെ ശാന്തത തീരെയില്ലാത്ത കരച്ചിലുകളും പിഴിച്ചിലുകളും തുടരുമ്പോൾ തന്നെ ശാരിക്കുട്ടിയുടെ അമ്മാവൻ കാക്കു കുമാരൻ, അതായത് കല്യാണം കുടുക്കി മാമൻ രംഗത്ത് പ്രവേശിക്കുന്നു. കാക്കു മാമൻ്റെ കയ്യിലും ഒരു പൊതി. മാമൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പെൺകുട്ടി തൻ്റെ കരച്ചിലിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിയാൻ ശ്രമിക്കുന്നു. പെൺകുട്ടി എൻ്റെ മാമ എന്നോട് ഈ ചതി ചെയ്തല്ലോ മാമ, കല്യാണം മുടക്കാൻ പോയിട്ട് കല്യാണം കുടുക്കി വന്നിരിക്കുന്ന മാമ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു മാമ, പോ മാമ, എനിക്ക് നിങ്ങളുടെ മുഖം കാണണ്ട മാമ, എന്നോട് ഈ കൊലച്ചതി വേണ്ടായിരുന്നു മാമ, അയ്യോ ഞാനിപ്പം ചാവേ. തൻ്റെ അനന്തരവളുടെ അനന്തമായി നീളുന്ന രോദനം കേട്ട് ആ അമ്മാവനൊന്നും വല്ലാണ്ടായെങ്കിലും അതിലെ വസ്തുതകളെല്ലാം ശരിയാണല്ലോ എന്ന കാര്യത്തിൽ കുണ്ഠിതനായെങ്കിലും സമചിത്തത വീണ്ടെടുത്ത് അദ്ദേഹം തൻ്റെ കയ്യിലെ പൊതി പെൺകുട്ടിക്ക് നീട്ടി പറഞ്ഞു, മോളി കരച്ചിലൊക്കെ നിർത്ത്, എണീറ്റ് ഈ നാരങ്ങ മിഠായി തിന്നാട്ടെ. പെൺകുട്ടി പോ മാമ, ഈ അരുമയായ മരുമകളോട് ഇങ്ങനെ ചെയ്തല്ലോ മാമ, കല്യാണം മുടക്കാൻ പോയിട്ട് കല്യാണം കുടുക്കിയിട്ട് മുട്ടായുമായി വന്നിരിക്കുന്നു, അതും 5 രൂപയുടെ നാരങ്ങ മുട്ടായി. എനിക്കൊന്നും വേണ്ട, വേണ്ട, എനിക്കിപ്പോൾ നാരങ്ങ മുട്ടായി വേണ്ട, കല്യാണവും വേണ്ട. കാക്കുമാമൻ മോളി മാമനോട് ക്ഷമി, മാമൻ ചെയ്തത് മോൾക്ക് നല്ലതിന് വേണ്ടിയല്ലേ, മോളി മുട്ടായി തിന്ന്.
പെൺകുട്ടി തലയിണയിൽ നിന്ന് മുഖം ഉയർത്താൻ തന്നെ പറഞ്ഞു, പോ മാമ, എനിക്ക് മാമൻ്റെ മുഖം കാണണ്ട. കാക്കുമാമൻ, മോള് മാമൻ്റെ മുഖത്ത് നോക്കണ്ട, പക്ഷെ മോള് ഈ മുട്ടായി തിന്നെ. പെൺകുട്ടി, വേണ്ട വേണ്ട വേണ്ട, അല്ലെങ്കിൽ വേണ്ട, ഒന്നിങ്ങ് തന്നേക്ക്, മഞ്ഞ മതി എന്നും പറഞ്ഞ് പെൺകുട്ടി കട്ടിൽ നിന്ന് എഴുന്നേറ്റ് മാമന് നേരെ കൈ നീട്ടുന്നു. സഖാവ് കേശവേട്ടൻ ക്ലേശത്തോടെ ചിരിയമർത്താൻ ശ്രമിക്കുമ്പോൾ മാമൻ കയ്യിലുള്ള പൊതിയിൽ നിന്നൊരു മഞ്ഞ നാരങ്ങ മിഠായി എടുത്ത് പെൺകുട്ടിയുടെ നേർക്ക് നീട്ടുന്നു. കാക്കുമാമൻ, ഇതാ നാരങ്ങയുടെ നിറമുള്ള നാരങ്ങ മിഠായി. പെൺകുട്ടി ശപഥം ചെയ്ത പ്രകാരം മാമൻ്റെ മുഖത്ത് നോക്കാതെ തന്നെ നാരങ്ങ മിഠായി വാങ്ങി വയലിടുന്നു, നുണയുന്നു. മുഖത്ത് നോക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഖാവ് കുറുക്കഞ്ചേരി കേശവേട്ടനും അളിയൻ കാക്കുമാമനും പൊട്ടിച്ചിരിക്കുന്നത് കണ്ട് പെൺകുട്ടിക്ക് ദേഷ്യം കയറുന്നു. അവൾ നാരങ്ങ മുട്ടായിലെ നിഷ്കരണം കടിച്ചു പൊട്ടിച്ചു തിന്നുന്നു. പിന്നീട് തൻ്റെ കരച്ചിലിനെ റീസ്റ്റാർട്ടാക്കി കട്ടിലേക്ക് വീണ്ടും കരയുന്നു. കർട്ടൻ വീഴുന്നു. രംഗമാറ്. കർട്ടൻ വീഴുമ്പോൾ സീനിൻ്റെ തുടർച്ചയായി പെൺകൊച്ചിൻ്റെ കരച്ചിൽ, വിത്ത് പിഴിച്ചിൽ, ഒപ്പം അളിയന്മാരുടെ ചിരിക്കൽ. അടങ്ങുന്ന രംഗത്തേക്ക് കൊച്ചിൻ്റെ മാതാവ് ശ്രീദേവി ചേച്ചി കടന്നു വരുന്നു. ശ്രീദേവി ചേച്ചി, ഇവൾ ഇതുവരെ കരച്ചിൽ നിർത്തിയിട്ടില്ലേ? എടി നിർത്തടി നിന്റെ കാറൽ. കിടന്ന് കരഞ്ഞതിനിടയിൽ പെൺകുട്ടി തൻ്റെ മാതാവിനെ ക്രുദ്ധമായി നോക്കുന്നു. വീണ്ടും കിടന്ന് വിതുമ്പുന്നു. സഖാവ് കേശവേട്ടൻ, പിന്നെ ശ്രീദേവിയെ, നിന്റെ എടി പോടി എന്നുള്ള വിളിയൊന്നും എൻ്റെ മോളോട് വേണ്ട കേട്ടാ. നമ്മൾ പറഞ്ഞതൊക്കെ അവൾ അനുസരിച്ചിട്ടുണ്ട് അല്ലേ അളിയ? കാക്കുമാമൻ, അതെ അതെ. സഖാവ് കേശവേട്ടൻ, നമ്മൾ അവളോട് മുട്ട പപ്സ് കഴിക്കാൻ പറഞ്ഞു, അവൾ മുട്ട പപ്സ് കഴിച്ചു. നമ്മൾ അവളോട് നാരങ്ങ മുട്ടായി കഴിക്കാൻ പറഞ്ഞു, അവളത് നാരങ്ങ മുട്ടായി കഴിച്ചു. ഇനി നമ്മൾ അവളോട് കല്യാണം കഴിക്കാൻ പറയും, അവൾ കല്യാണം കഴിക്കും അല്ലേ അളിയ? കാക്കുമാമൻ, അതെ അതെ. സഖാവ് കേശവേട്ടനും അളിയൻ കാക്കുമാമനും അർത്ഥഗർഭമായി ചിരിച്ചു. ശ്രീദേവി ചേച്ചി, അല്ലേലും നിങ്ങളെല്ലാവരും ഒരു സെറ്റാണല്ലോ, ഞാനിപ്പോൾ പുറത്ത്. പെൺകുട്ടി കമിഴ്ന്ന് കിടന്ന് കരഞ്ഞതിനിടയിൽ തന്നെ മറ്റുള്ളവർ ഒളികണ്ണിട്ട് നോക്കുന്നു. പെട്ടെന്ന് കണ്ണടച്ച് കരച്ചിൽ തുടരുന്നു. കർട്ടൻ വീഴുന്നു. രംഗമേഴ്. പതിവിന് വിരുദ്ധമായി പെൺകുട്ടിയുടെ കരച്ചിലിൻ്റെ പശ്ചാത്തല സംഗീതമില്ലാതെ സീനിലേക്ക് കർട്ടൻ വരുമ്പോൾ കർട്ടൻ്റെ ഒത്ത നടുക്ക് പെൺകുട്ടി. അവർക്കിരുവശവുമായി സ്വപിതാവ് കേശവേട്ടനും മാതാവ് ശ്രീമതി ശ്രീദേവി ചേച്ചിയും ഇരിക്കുന്നു. അവർക്ക് മുന്നിലായി കാക്കുമാമൻ നിൽക്കുന്നു. രംഗത്തിനാകെ മൊത്തൊരു ഗൗരവം, എങ്കിലും ഒരു ശാന്തസുന്ദരമായ പശ്ചാത്തല സംഗീതം. വയലിൻ്റെയോ വീണയുടെയോ ഈണത്തോടെയുള്ള ആ രംഗത്തേക്ക് ഒരു ചട്ടുകവുമായി ശാരിക്കുട്ടിയുടെ അനുജൻ കുട്ടനും സുന്ദരനുമായ തുന്തുരാങ്ങള പ്രവേശിക്കുന്നു. എന്താ എന്ന ഭാവത്തിൽ എല്ലാവരും തുന്തുരാങ്ങളെ നോക്കുമ്പോൾ ചുമ്മാ എന്ന ഭാവത്തിൽ ചുമൽ കോച്ചി തുന്തുരാങ്ങള നിൽക്കുന്നു. അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം കാക്കുമാമൻ, മോളെ, നീ ഈ വിവാഹത്തിന് സമ്മതിക്ക്. മോൾക്ക് അവിടെ നിന്ന് പഠിക്കാനൊക്കെ പറ്റും. പിന്നെ എന്തു കുറവാ താമരശ്ശേരിയിലുള്ളത്? അവിടെ തേങ്ങയുള്ള തെങ്ങുണ്ട്, പാലുള്ള പശുവുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്, കൊലയുള്ള വാഴയുണ്ട്, നെല്ലുള്ള വയലുണ്ട്, ഒക്കെയുണ്ട്. തുന്തുരാങ്ങള, കണ്ട. അപ്പം വയലിൻ ആരാധികയായ ചേച്ചിക്ക് വയലിൽ നിന്ന് തന്നെ വായിക്കാം. പെൺകുട്ടി, എന്തുട്ട് വായിക്കാന്ന്? തുന്തുരാങ്ങള, ബാലരമയും പൂമ്പാറ്റിയും കളിക്കുടിക്കും ഒക്കെ വായിക്കാം. പെൺകുട്ടി, അമ്മ അച്ഛ, ഈ തുന്തുരു എന്നെ കളിയാക്കുന്നു. പെൺകുട്ടി തൻ്റെ പതിവ് കരച്ചിലിൻ്റെ ഒരു കണ്ടം എടുത്തിട്ടു. എനിക്കിത് വേണ്ടേ, എനിക്കിപ്പോഴൊന്നും കല്യാണം വേണ്ടേ. ശ്രീദേവി ചേച്ചി തുന്തുരുവിനോടായി, ഒന്ന് പോടാ, വലിയ വായനക്കാരൻ വന്നിരിക്കുന്നു. ബാല്യത്തിൽ ബാലരമയും അല്പം വളർന്നപ്പോൾ മനോരമയും അല്ലാതെ മറ്റെന്തെങ്കിലും നീ വായിച്ചിട്ടുണ്ടോടാ? പെൺകുട്ടി, വായിക്കും. സകല വാരികയിലെയും മാസികയിലെയും പാചകക്കുറിപ്പുകൾ ഇവൻ വായിക്കും. ശ്രീദേവി ചേച്ചി മകളോടെ, മോളെ, നീ അതൊക്കെ വിട്, നീ കല്യാണത്തിന് സമ്മതിക്കുക, എൻ്റെ പൊന്നു മോളല്ലേ. പെൺകുട്ടി, പറ്റില്ല അമ്മേ, പറ്റില്ല, എനിക്ക് ഉടനെ ഒന്നൊരു കല്യാണം കഴിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഗദ്ഗതത്തോടെ ശ്രീദേവി ചേച്ചി, അയ്യോ എന്താ പറയണം മോളെ, നീ എൻ്റെ മോൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ പറശ്ശിനി മുത്തപ്പാ. പെൺകുട്ടി തല കുനിച്ച് വിതുമ്പുന്നു. ശ്രീദേവി ചേച്ചി, എന്താ മോളെ, നീ കാരണം പറ, നിനക്ക് മറ്റാരെങ്കിലുമായി? പെൺകുട്ടി ശ്രീദേവി ചേച്ചിയുടെ വായ പൊത്തുന്നു. അമ്മേ, എന്താ ഇത്? ഈ മോളെ അമ്മയ്ക്ക് അറിയില്ലേ? എന്നിട്ടാണോ എന്നോട് അമ്മ ഇങ്ങനെ ചോദിച്ചേ? കഷ്ടമുണ്ടമ്മേ, കഷ്ടം. എന്നെ ഒരു ശരാശരി പെൺകുട്ടിയായി കണ്ടല്ലോ അമ്മ. പശ്ചാത്തലത്തിലൊരു ശോക മ്യൂസിക്. ഒപ്പം തന്നെ മാതാവിൻ്റെ മാറിൽ മുഖം ചേർത്ത് വിതുമ്പുന്ന പെൺകുട്ടിയും കണ്ണീരൊലിപ്പിച്ച് നിൽക്കുന്ന മാതാവ് ശ്രീദേവി ചേച്ചിയും. ആ രംഗം കണ്ടു നിൽക്കാനുള്ള കെൽപ്പില്ലാതെ സഖാവ് കേശവേട്ടൻ മുഖം തിരിക്കുമ്പോൾ പശ്ചാത്തലത്തിലൊരു ശോകഗാനത്തിൻ്റെ മ്യൂസിക്. അത് കേട്ടതും പെൺകുട്ടി എഴുന്നേൽക്കുന്നു. അവൾ മുറിയിൽ പതിയെ നടക്കുന്നു. നീങ്ങിയ നമ്മള് നീങ്ങി പോയാ പോകും. ചാർലിക്കുട്ടാ, നാരങ്ങ മുട്ടായി വേണ? ഫുഡ് കഴിച്ചത് കൂടി എൻ്റെ പ്രശ്നമാണ്. അതിനെ ദഹിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. രംഗം കണ്ടു നിൽക്കാനുള്ള കെൽപ്പില്ലാതെ സഖാവ് കേശവേട്ടൻ മുഖം തിരിക്കുമ്പോൾ പശ്ചാത്തലത്തിൽ ഒരു ശോകഗാനത്തിൻ്റെ മ്യൂസിക്. അത് കേട്ടതും പെൺകുട്ടി എഴുന്നേൽക്കുന്നു. അവൾ മുറിയിൽ പതിയെ നടക്കുന്നു. വെളിച്ച വിന്യാസത്തിൻ്റെ പ്രഭയിൽ പെൺകുട്ടിയുടെ ഭാവങ്ങൾ ആർദ്രമാവുന്നു, അത് ശോകമാവുന്നു. അവൾ പാടുന്നു. പാമ്പുകൾക്ക് മാളമുണ്ട്,
പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രിക്ക് കളിച്ചു നടക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. മോഹങ്ങൾ മരവിച്ചു, വയലിൻ വായന മുരടിച്ചു, മനസ്സു മാത്രം മുരടിച്ചില്ല, മുരടിച്ചില്ല. അങ്ങനെ പാട്ട് പോകുന്നു കേട്ടാ. ദുഃഖഭാരം ചുമക്കുന്ന ദുഃഖപുത്രിയാണു ഞാൻ, ഗ്ലാസുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ, കല്ലെറിയല്ലേ. ആ ഗാനം തീരുന്നതോടെ കർട്ടൻ വീഴുന്നു. രംഗമിട്ട് കർട്ടൻ വീഴുമ്പോൾ പശ്ചാത്തലത്തിൽ ശോകമുഖമായ മ്യൂസിക്കിൻ്റെ തുടർച്ച. കട്ടിലിൻ്റെ തലഭാഗത്ത് മുഖം കുനിച്ച് തേങ്ങുന്ന പെൺകുട്ടി, കട്ടിലിൻ്റെ കാൽഭാഗത്ത് താടിക്ക് കൈയും ചേർത്ത് വെച്ച് ദുഃഖഭാഗത്തിലിരിക്കുന്ന ശ്രീദേവി ചേച്ചി, മുറിയിൽ തെക്ക് വടക്ക് നടക്കുന്ന കാക്കുമാമൻ, കസേരയിലിരുന്ന് മേശയിൽ കൈവച്ച് തല കുമ്പിട്ടിരിക്കുന്ന സഖാവ് കേശവേട്ടൻ കസേരയിൽ നിന്നിട്ട് മകളുടെ അടുത്തേക്ക് വരുന്നു. തൻ്റെ കരങ്ങൾ കൊണ്ട് മകളുടെ ഇരു തോളിലും പിടിക്കുന്നു. വലതുകരം കൊണ്ട് മകളുടെ കുനിഞ്ഞ മുഖം ഉയർത്തുന്നു. സഖാവ് കേശവേട്ടൻ: മോളെ, അച്ഛൻ്റെ ശാരിക്കുട്ടി, നീ വിവാഹത്തിന് സമ്മതിക്കണം. താമരശ്ശേരിയിലെ മരുമകളാകണം നീ. നിന്റെ ഭാഗ്യത്തെ നീ തട്ടിത്തെറിപ്പിക്കരുത്. ആ തങ്കക്കുടം പോലത്തെ തങ്കപ്പണിക്കാരൻ പയ്യനെ നീ അവഗണിക്കരുത്. ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഭാവങ്ങൾ സമന്വയിക്കുന്ന ആ പയ്യൻ്റെ മുഖം നീ ശ്രദ്ധിച്ചില്ലേ? ഓ, പിന്നെ ആ ചിരി, എന്താ ചേല്! അവൻ്റെ ജോലി പോലെ തന്നെ 916 പൊന്നുപോലെ നോക്കും മോളെ അവൻ. കരച്ചിലിൻ്റെ ഒരു പൊട്ട് മേമ്പൊടി ഇട്ട ശേഷം പെൺകുട്ടി: മീശയില്ലാത്തതുകൊണ്ട് ഞാൻ അയാളുടെ മുഖമൊന്നും ശ്രദ്ധിച്ചില്ല അച്ഛാ. ശ്രീദേവി ചേച്ചി: അപ്പോൾ നമ്മുടെ മോളുടെ ജാതകക്കുറിപ്പും ആ താമരശ്ശേരിയിൽ തങ്കക്കുടം പോലുള്ള പയ്യൻ്റെ ജാതകക്കുറിപ്പുമായി നമുക്കൊന്ന് കണിയാൻ്റെ അടുക്കൽ പോകണ്ടേ? കേശവേട്ടൻ: അതൊക്കെ ഞാൻ മുമ്പേ പോയിട്ടുണ്ടടി. 10ൽ 10 പൊരുത്തമാ ആ കണിയാര് പറഞ്ഞത്. കാക്കുമാമൻ: അതെ അതെ, ഞാനും പോയിരുന്നു അളിയൻ്റെ കൂടെ. പരിഭവത്തോടെ ശ്രീദേവി ചേച്ചി: ആ, അവിടെയും നിങ്ങൾ സെറ്റ്, ഞാൻ പുറത്ത്. ചിരിയോടെ കേശവേട്ടൻ: സാരമില്ല എൻ്റെ ശ്രീദേവി, നമ്മുടെ മോടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. നമ്മുടെ രണ്ടാളുടെയും ജാതകപ്പൊരുത്തം നോക്കാൻ നമുക്കും പോകാം ആ കണിയാൻ്റെ അടുത്ത്. ശ്രീദേവി ചേച്ചി: ഒന്ന് പോ മനുഷ്യ, ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ടാ ഇനിയിപ്പോൾ ജ്യോതിക വൃഷ്ടി. സഖാവ് കുറുക്കഞ്ചേരി കേശവേട്ടനും പത്നി ശ്രീദേവി ചേച്ചിയും അളിയൻ കാക്കുമാമനും ചേർന്ന് കൂട്ടച്ചിരിച്ചിരിക്കുമ്പോൾ തുന്തുരു അച്ഛന് കട്ടൻ ചായയുമായി എത്തുന്നു. ഒപ്പം മാമനൊരു പാൽച്ചായയും. തുന്തുരു: കുടിക്കും മാമായി ചായ. എന്നിട്ടൊരു അഭിപ്രായം പറഞ്ഞേ. കാക്കുമാമൻ: ഞാൻ ഈ കസാരയിൽ കയറി ചായ കുടിക്കാം. ഉയരം കൂടുന്തോറും ചായക്ക് രുചി കൂടുമെന്നല്ലേ ലാടലേട്ടൻ പറഞ്ഞേ. വീണ്ടും അവിടെ കൂട്ടച്ചിരി ഉയർന്നു. ആ കൂട്ടച്ചിരി അവസാനിച്ചപ്പോൾ എനിക്ക് വേണ്ടേ, എനിക്ക് ഉടനെ ഒന്നും വിവാഹം വേണ്ടേ അച്ഛാ, എനിക്ക് വേണ്ടേ, എനിക്ക് പെട്ടെന്ന് ഒന്നും വേണ്ട. ഇക്കുറി ശാരിക്കുട്ടി എന്ന പാവം പെൺകുട്ടിയുടെ കരച്ചിൽ അത്ര പാവപ്പെട്ട കരച്ചിലായിരുന്നില്ല. അതിന് പതിയിൽ കവിഞ്ഞൊരു പവർ, ഒരു എനർജി. അതുകൊണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ പെൺകുട്ടി കട്ടിൽ നിന്നും എഴുന്നേൽക്കുന്നു. മുറിയുടെ മധ്യത്തിൽ നിൽക്കുന്നു. കൈകൾ മേലോട്ടുയർത്തുന്നു. കണ്ണീരൊലിപ്പിക്കുന്നു. ഒരു കരയിൽ കരയുന്നു, തേങ്ങുന്നു, വിതുമ്പുന്നു. എന്നിട്ട് പറയുന്നു: ഇതൊരു പുരുഷാധിപത്യ ലോകമായി മാറിപ്പോയല്ലോ എൻ്റെ ലോകനാർക്കാവിൽ അമ്മേ. ഈ വ്യവസ്ഥിതികളോട് പോരാടാൻ എനിക്ക് ശക്തി തരൂ എൻ്റെ പരദേവത പാറമേക്കാവിൽ അമ്മേ. ഈ പെണ്ണിൻ്റെ കണ്ണീർ നീ കാണുന്നില്ലേ? സ്വാതന്ത്ര്യത്തിനായുള്ള അവളുടെ മുറവിളി നീ കേൾക്കുന്നില്ലേ? യൗവനകാലത്ത് തന്നെ ഒരു അന്യപുരുഷൻ്റെ ഭാര്യയായി ഭാവികാലം മുഴുവൻ അവനും അവൻ്റെ കിടാങ്ങൾക്കും വെച്ച് വിളമ്പി അടുക്കളയിലും അലക്കുകല്ലിലും മല്ലടിച്ച് സ്വന്തം ആശകളും ആശയങ്ങളും സ്വപ്നങ്ങളും ബലികഴിച്ച് ജീവിതകാലം മുഴുവൻ അടിമകളെ പോലെയാകുന്ന പെൺജന്മങ്ങളെ നീ കാണുന്നില്ലേ? സാമ്പ്രദായിക പെൺജീവിതങ്ങളെ നീ കാണുന്നില്ലേ? പെൺകുട്ടി ഇടയ്ക്ക് തൻ്റെ കരച്ചിൽ ബിറ്റിടുന്നു. അമ്മ, അച്ഛ, മാമ, കുഞ്ഞാങ്ങളെ എന്ത് തന്നെയായാലും ഇനി എന്നെ ഇതെനിക്ക് കിട്ടില്ല. ഞാൻ സമ്മതിക്കില്ല, എനിക്ക് പറ്റത്തില്ല. അമ്മ, അച്ഛ, മാമ, എനിക്ക് ഉടനെ ഒരു വിവാഹമേ വേണ്ട. ഒരു 4-5 സഖാവ് കേശവേട്ടൻ ശ്രീദേവി ചേച്ചി ഒരുമിച്ച്: അയ്യോ മോളെ, എന്തായി പറയുന്നത്? 4-5 വർഷം കഴിഞ്ഞോ? കാക്കുമാമൻ: അയ്യോ എന്തായി പറയണ എൻ്റെ കൊച്ചേ, നീ എന്തൊട്ട് ഭാവിച്ചാ? തുന്തുരാങ്കള: എൻ്റെ ചേച്ചി കല്യാണത്തിന് സമ്മതിക്കി. ഒരളിയൻ വേണമെന്ന ആഗ്രഹമൊക്കെ എനിക്കുമില്ലേ? ഞാൻ ചേച്ചിയെ കളിയാക്കിയതൊന്നും ഒക്കെ തമാശയ്ക്കല്ലേ? ചേച്ചി എന്നോട് ക്ഷമി പ്ലീസ് ചേച്ചി. ചേച്ചിയുടെ കല്യാണത്തിന് എനിക്ക് പപ്പടം പൊരിക്കണം, ഉപ്പേരി വറക്കണം, അച്ചാറിടണം. പെൺകുട്ടി: ഇല്ല, ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതിൽ നിന്നൊരു പടി മുന്നോട്ടില്ല, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. ഞെട്ടി നിൽക്കുന്ന സഖാവ് കേശവേട്ടനോട് ശ്രീദേവി ചേച്ചിയോടുമായി പെൺകുട്ടി വീണ്ടും: അമ്മേ, അച്ഛാ, ഞാൻ കോളേജിൽ പഠിച്ചവളാണ്, പോളിടെക്നിക്കിൽ പഠിച്ചവളാണ്, യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ പഠിച്ചവളാണ്. പക്ഷെ ഒന്നും യാന്ത്രികമായി ചെയ്യാൻ എനിക്കാവില്ല. എനിക്കുമില്ലേ വിവാഹ സങ്കല്പങ്ങൾ? എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു വിവാഹം വേണ്ട. ഒരു 4-5 വീണ്ടും ഞെട്ടിപ്പൊട്ടിക്കരയാനൊരുങ്ങുന്ന കുടുംബാംഗങ്ങൾ. കർട്ടൻ വീഴുന്നു. പ്രിയ കലാസ്നേഹികളെ, അതിവൈകാരികവും
കരളലിയിപ്പിക്കുന്നതും കല്യാണപ്രായമുള്ള പെൺമക്കളുള്ള മാതാപിതാക്കളെ പൊട്ടിക്കരയിക്കുന്നതുമായ ഒരു വികാര വിക്ഷോഭാതി തീവ്ര ദുഃഖ പര്യവസാനമായതും കണ്ണീരിൽ നനഞ്ഞ് കാണികളുടെ കാഴ്ചയ്ക്ക് ഭംഗം വരുത്തുന്നതുമായ അടുത്ത രംഗത്തോടെ തൃശ്ശൂർ കണ്ണംകുളങ്ങര രസിത തിയേറ്റേഴ്സിൻ്റെ വിവാഹവേഗം അഥവാ വൈകാത്ത വിവാഹം എന്ന ഡ്രാമാസ്കോപ്പിക് സാമൂഹ്യ സംഗീത കുടുംബ നാടകത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. ഈ സ്ത്രീപക്ഷ നാടകത്തിൻ്റെ അവസാന രംഗത്തിൻ്റെ കാഴ്ചയുടെ കാണികൾക്ക് ഉളവാകുന്ന അഗാധ ദുഃഖത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും ആഘാതത്തിൽ കാണികൾ ആരുടെയെങ്കിലും കരളലിഞ്ഞോ ഹൃദയവും ശ്വാസകോശവും പണിമുടക്കിയോ ശരീരത്തിൻ്റെ വശം ഓടിയോ കിഡ്നി ചട്നിയായോ അങ്ങനെ വ്യക്തിപരമായ വല്ല ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ ആ ദുരന്തത്തിൻ്റെ ഒന്നും ഉത്തരവാദിത്തം നാടകകൃത്തിനോ അഭിനേതാക്കൾക്കോ കമ്മിറ്റിക്കോ ഉണ്ടായിരിക്കുകയില്ല എന്നറിയിക്കുന്നു. ഒപ്പം അവസാന രംഗത്തിൻ്റെ അതിതീവ്ര ദുഃഖത്താൽ കരഞ്ഞു പോകുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും കണ്ണീരൊപ്പാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ തൂവാലകൾ കയ്യിലെടുത്ത് പിടിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. സ്വന്തമായ തൂവാലകളില്ലാത്തവർക്ക് വെറും തുച്ഛമായ വെറും നിസ്സാരമായ 50 രൂപയ്ക്ക് എന്ന നിരക്കിൽ ചെട്ടിയാർ തൂവാലകൾ ഞങ്ങളുടെ വളണ്ടിയർമാർ ഗ്രൗണ്ടിൽ വിതരണം ചെയ്യുന്നു. ചെട്ടിയാർ തൂവാലകൾ. ചെട്ടിയാർ മുണ്ടിന് ഉൽപ്പാദകരിൽ നിന്നും മറ്റൊരു വിശിഷ്ട ഉൽപ്പന്നം ചെട്ടിയാർ തൂവാലകൾ. കരയുമ്പോൾ കണ്ണീരൊപ്പാനും മൂക്ക് ചീറ്റുമ്പോൾ തുടയ്ക്കാനും മഞ്ഞു കൊള്ളാതെ തലയെ കാക്കാനും ചെട്ടിയാർ തൂവാലകൾ വെറും 50 രൂപയ്ക്ക് കരസ്ഥമാക്കൂ. പ്രിയ നാടകപ്രേമികളെ, അടുത്ത നീണ്ട ബെല്ലോടുകൂടി ഈ ഇതിഹാസ സാമൂഹ്യ സംഗീത കുടുംബ നാടകത്തിൻ്റെ അവസാന രംഗത്തിന് തിരശ്ശീല ഉയരുകയാണ്. കർട്ടൻ വീഴുമ്പോൾ അവസാന രംഗത്തിന് തിരശ്ശീല ഉയർന്നപ്പോൾ മുൻ രംഗങ്ങളിൽ എന്ന പോലെ ആ കൊച്ചുമുറിയുടെ ദൃശ്യം. പശ്ചാത്തലത്തിൽ അതിശോകമായ മ്യൂസിക്. കൈനെറ്റിയിൽ മുട്ടിച്ച് കട്ടിലിരിക്കുന്ന സഖാവ് കേശവേട്ടൻ, അരികിൽ കണ്ണീരൊലിപ്പിച്ച് പത്നി ശ്രീദേവി ചേച്ചി, കസേരമേലെ ശോകമുഖ മുഖഭാവത്തോടെ ഇരിക്കുന്ന കാക്കുമാമൻ, അരികിലെ മേശമേൽ ചാരി തുന്തുരാങ്കള. ശോകമുഖ മ്യൂസിക്കിനൊപ്പം പെൺകുട്ടിയുടെ ദൃശ്യം. അവൾ അരങ്ങത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സാവധാനം നടക്കുന്നു. അതിനിടയിൽ തേങ്ങുന്നു, എങ്ങലടിക്കുന്നു, പിന്നെ കൈകൾ മേൽപോട്ട് ഉയർത്തിയും താഴേക്ക് ചൂണ്ടിയും നെഞ്ചിൽ കവിച്ചും മാക്സിമം അംഗക്ഷേപങ്ങളോടെ പറയുന്നു: തലയ്ക്കുമീതെ ബഹിരാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വീഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ തരുമോ. ആ ശോകഗാനാലാപനത്തിന് ശേഷവും പെൺകുട്ടി തൻ്റെ മാതാവിന് സമീപം വന്നിരിക്കുന്നു. മാതാവിൻ്റെ തോളിൽ തല ചേർത്ത് തേങ്ങുന്നു. മാതാവും ചേർന്ന് തേങ്ങുന്നു. ശ്രീദേവി ചേച്ചി: പൊന്നുമോളെ ശരു, നീ വിവാഹത്തിനൊന്ന് സമ്മതിക്കി. പെൺകുട്ടി: ഇല്ലമ്മേ, എനിക്കാവില്ലമ്മേ, പെട്ടെന്നൊന്നും വിവാഹിതയാവാൻ എനിക്കാവില്ലമ്മേ, എനിക്ക് എൻ്റെ വിവാഹം ഒരു 4-5. കരച്ചിലോടെ ശ്രീദേവി ചേച്ചി: അയ്യോ അമ്മേ, ഈ കണ്ണംകുളങ്ങര അമ്മേ, ചെനക്കത്തൂർ ഭഗവതി, കൂർക്കഞ്ചേരി ദേവി, എൻ്റെ മോൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. പാറമേക്കാവിലമ്മേ, എൻ്റെ മോളെ കാത്തോണേ. എൻ്റെ മുരുക, എൻ്റെ മോളെ ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കണേ. ഞാൻ ഈ തുന്തുരുവിനെ കൊണ്ട് 101 ശയനപ്രദക്ഷിണം ചെയ്യിപ്പിക്കാമേ. ചോച്ചേരി കുന്നിൽ കൊണ്ടുപോയി തല മൊട്ടയടിച്ച് കാവടി എടുപ്പിക്കാമേ. എൻ്റെ മുരുക, കാർത്തികേയ, പഴനി ആണ്ടവാ. അയ്യോ അമ്മേ എന്നും പറഞ്ഞ് ഞെട്ടുന്ന തുന്തുരാങ്കള, കൂടെ ഞെട്ടുന്ന കാക്കുമാമനും സഖാവ് കേശവേട്ടനും. പെൺകുട്ടി: വേണ്ടമ്മേ, ഒരു കാര്യവുമില്ലമ്മേ, തുന്തുരുവിനെ 101 ഉരുട്ടിയിട്ടോ മൊട്ടച്ചക്കനാക്കിയിട്ടോ ഒരു കാര്യവുമില്ലമ്മേ. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എനിക്ക് വേഗത്തിലൊന്നും ഒരു വിവാഹം വേണ്ടമ്മേ, പെട്ടെന്നൊന്നും ഞാൻ വിവാഹിതയാവില്ലമ്മേ, എനിക്കൊരു 4-5. അത് കേട്ടൊന്നും കേശവേട്ടൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് തൻ്റെ പുത്രിയുടെ ഇരുകരവും ചേർത്ത് പിടിച്ച് തേങ്ങലോടെ പറഞ്ഞു: മോളെ ശാരിക്കുട്ടി, അച്ഛൻ്റെ പൊന്നു മോളെ, നീ എന്തായി പറയണേ? 4-5 വർഷം കഴിഞ്ഞു മോളെ, ഈ അച്ഛൻ എത്ര വയസ്സായി എന്നെൻ്റെ മോൾക്കറിയൂ? അച്ഛനുമില്ലേ ആഗ്രഹങ്ങൾ? 4-5 വർഷം കഴിയുമ്പോഴേക്കും ഈ അച്ഛൻ ഇത് പറഞ്ഞു തീരുമ്പോൾ കരുത്തുള്ള കമ്മ്യൂണിസ്റ്റായിട്ടും സഖാവ് കേശവേട്ടൻ്റെ സ്വരം ഇടറുന്നു. ഗദ്ഗതത്താൽ ശബ്ദം വിറച്ചിരുന്നു. അച്ഛൻ അതേ വികാരക്ഷോഭത്തോടെ എങ്കിലും ഘനഗംഭീരമുള്ള സ്വരത്തിൽ പെൺകുട്ടി: ആവില്ല അച്ഛാ, എനിക്കൊരിക്കലും ആവില്ല. ഇനി ഞാനതങ്ങ് വെളിപ്പെടുത്താം. വളരെ പെട്ടെന്നുള്ള എൻ്റെ വിവാഹത്തിന് നിങ്ങൾക്കൊക്കെ നിർബന്ധമാണെങ്കിൽ ഞാനങ്ങ് വെളിപ്പെടുത്താം. പക്ഷേ വെളിപ്പെടുത്തുന്നതിന് മുൻപ് ഞാനതങ്ങ് തീർത്തേക്കാം. ഇനിയും എനിക്ക് വെച്ചുകൊണ്ടിരിക്കാനാവില്ല. മേശവലിപ്പിൽ അത് വീർപ്പ് മുട്ടുകയാണ്. ഇനിയും കാത്തിരിക്കാൻ എനിക്കാവില്ല. വയ്യ, തീരെ വയ്യ. തൻ്റെ വിവാഹം ഉടനെ ഒന്നും വേണ്ട എന്ന തീരുമാനമെടുക്കാനുള്ള എന്ത് ആനക്കാര്യമാണ് മോളുടെ മേശവലിപ്പിലുള്ളത് എന്ന് ഉത്കണ്ഠപ്പെട്ട് കേശവേട്ടൻ ശ്രീദേവി ചേച്ചി ഒപ്പം കാക്കുമാമനും തുന്തുരാങ്കളയും വിജൃംഭിച്ച് ജിജ്ഞാസ കുഞ്ചിതരുമായിട്ടിരിക്കുമ്പോൾ പെൺകുട്ടി കട്ടിൽ നിൽക്കുന്നു. തലയണയ്ക്കടിയിൽ നിന്നും മേശ വലിപ്പിൻ്റെ ചാവി എടുക്കുന്നു. പിന്നെ സംഭവിച്ചതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ശാരിക്കുട്ടി എന്ന പാവം പെൺകുട്ടി സിനിമാ നടൻ ജയൻ പഴയ ആക്ഷൻ സിനിമയിൽ ചെയ്യുന്ന മാതിരി ആ കീ ചെയിൻ കൈവിരലിട്ട് ഒന്ന് കറക്കുന്നു. പിന്നെ ഭരചന്ദ്രൻ IPSൻ്റെ ശരീരഭാഷ അനുകരിച്ച് കൈവീശി കഴുത്തിറുക്കി നടന്നുപോയി മേശവലിപ്പ് തുറക്കുന്നു. മുട്ട പപ്സിൻ്റെ പൊതി അഴിക്കുന്നു. പൊതിഞ്ഞ പേപ്പർ വായിൽ ചുഴറ്റി എറിയുന്നു. പിന്നെ പപ്സിനെ പിടിച്ച് 2 കടിയടിക്കുന്നു. പപ്സിൻ്റെ സിംഹഭാഗവും കടുവ ഭാഗവും ഭാഗികമായി അകത്താകുന്നു. പിന്നെ മോഹനലാലാഭാവത്തിൽ
ഒരു നിഷ്കുച്ചിരി ചിരിച്ച് ഒരു വശം ചിരിഞ്ഞു നിൽക്കുന്നു. അനന്തരം കണ്ണംകുളങ്ങര എന്ന കൊച്ചുകരയിലെ കൊച്ചു വീട്ടിലെ കൊച്ചുമുറിയിൽ നിന്ന് കൂട്ട നിലവിളിക്കില്ലാതെ തിരി കൊളുത്തിയത് പെൺകുട്ടിയുടെ മാതാശ്രീ ശ്രീദേവി ചേച്ചിയായിരുന്നു. അയ്യോ അയ്യോ ഓടിവായോ, നമ്മുടെ മോള് വിഷം കഴിച്ചേ, അയ്യോ നമ്മുടെ ചാരിക്കുട്ടി മോള് വിഷം പുരട്ടിയ മുട്ട പപ്സ് കഴിച്ചേ, അയ്യോ രക്ഷിക്കണേ, അയ്യോ കണ്ണംകുളങ്ങരക്കാരേ ഓടിവായോ, എൻ്റെ മോളെ, എൻ്റെ ചാരു മോളെ, അയ്യോ എൻ്റെ മോളെ രക്ഷിക്ക്, ഓടിവായോ എൻ്റെ പൊന്നുമോളെ, വിവാഹം വേണ്ടെങ്കിൽ കഴിക്കണ്ട, നീ എന്തിനാണ് വിഷം കഴിച്ചേ, അയ്യോ അയ്യോ എൻ്റെ പൊന്നുമോളെ, നീ എന്തിനാണ് ഈ കടുങ്കൈ ചെയ്ത്. കൂടുതലൊന്നും പറഞ്ഞ് കരയാനോ കരഞ്ഞു പറഞ്ഞ് നിലവിളിക്കാനോ ഉള്ള ത്രാണിയില്ലാതെ ശ്രീദേവി ചേച്ചി തറയിൽ കുഴഞ്ഞിരുന്നു പോയി. അയ്യോ എൻ്റെ സീതേ എന്ന് വിളിച്ച് സഖാവ് കേശവേട്ടൻ കുഴഞ്ഞു വീഴാൻ പോയ തൻ്റെ പ്രിയ പത്നിയെ താങ്ങി പിടിച്ചു. അയ്യോ അളിയാ എൻ്റെ മോള്, അളിയാ എൻ്റെ സീത, അയ്യോ അയ്യോ എൻ്റെ അളിയാ, വിളിക്കുക, വേഗം വിളിക്കുക, ആംബുലൻസ് വിളിക്കുക, അയ്യോ അച്ഛൻ്റെ മോളെ എൻ്റെ സീത, അയ്യോ തുന്തുരു മോനെ, തട്ടിപ്പറിക്കടാ നിൻ്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആ മുട്ട പപ്സ്. വളരെ പ്രായോഗികവും വിപ്ലവകരവുമായൊരു നിലവിളി ഭാഷണം തന്നെയായിരുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായ സഖാവ് കുറുക്കഞ്ചേരി കേശവേട്ടനിൽ നിന്ന് ഉയർന്നത്. ആ നിർണായക സന്ദർഭത്തിൽ അളിയൻ കാക്കുമാമൻ അലർട്ടായി നിലവിളിയുടെ ദീപശിഖ കേശവേട്ടനിൽ നിന്നും കൈപ്പറ്റി. കാക്കുമാമൻ, അയ്യോ പൊന്നുമോളെ, എൻ്റെ അരുമയായ മരുമോളെ, നീ എന്താ ഈ കാണിച്ചേ, ഇതിനാണോ ഞാൻ മോൾക്ക് നാരങ്ങ മുട്ടായുമായി വന്നത്, അയ്യോ എൻ്റെ അച്ഛോ എൻ്റെ കൊച്ചേ, എന്തൊക്കെ പരിഹാരമുണ്ടായിരുന്നു, എന്നിട്ടാണോ നീ കടുങ്കൈ ചെയ്തത്. എടാ മോനെ തുന്തുരു, തട്ടിപ്പറിക്കടാ മോനെ ബാക്കി പപ്സ്, നിൻ്റെ ചേച്ചി വിഷമുട്ട പപ്സ് മൊത്തം കഴിക്കുന്നതിന് മുമ്പ് തട്ടി തെറിപ്പിക്കടാ. മുട്ട പപ്സിൻ്റെ ബാക്കി ഭാഗം തട്ടി തെറിപ്പിക്കാനുള്ള കൊട്ടേഷൻ തൻ്റെ മരുമകന് നൽകിക്കൊണ്ട് കാക്കുമാമൻ ആംബുലൻസിന് ഫോൺ ചെയ്യാനായി തൻ്റെ എസ്കോട്ടലിൻ്റെ മൊബൈലെടുത്തു. നിലവിളി ശബ്ദമുള്ള ആംബുലൻസിന് വേണ്ടി ഫോൺ ചെയ്യാൻ മാമൻ ഫോൺ എടുക്കുമ്പോൾ പെൺകുട്ടി തൻ്റെ കയ്യിലെ മുട്ട പപ്സിൻ്റെ ഭാഗം മുറുക്കെ പിടിക്കുകയായിരുന്നു, തൻ്റെ അനുജൻ അത് തട്ടിപ്പറിക്കാതിരിക്കാൻ. അയ്യോ എൻ്റെ ചേച്ചി, അയ്യോ എൻ്റെ പൊന്നു ശാരി ചേച്ചി, അയ്യോ അയ്യോ എൻ്റെ പൊന്നു ചേച്ചി എന്തിനാ വിഷം കഴിച്ചേ, കഴിക്കാനാണെങ്കിൽ ഞാൻ ചേച്ചിക്ക് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി തന്നേനെ, എന്തിനാ എൻ്റെ ചേച്ചി മുട്ട പപ്സിൽ വിഷം വെച്ച് കഴിച്ചേ, അയ്യോ. തുന്തുരുവും തൻ്റെ നിലവിളി തന്നാലാവും ഇത് ഉഷാറാക്കി. എന്നിട്ട് തൻ്റെ സഹോദരിയോട് പറഞ്ഞു, താഴെയിട് ചേച്ചി, പപ്സ് താഴെയിട് ചേച്ചി, ചേച്ചിയുടെ തുന്തുരുവാണ് ചേച്ചി പറയണേ, പപ്സ് താഴെയിട് ചേച്ചി. തൻ്റെ മുറിയിൽ കുറച്ച് നേരമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന നിലവിളികൾ കേട്ടിട്ട് കുഴഞ്ഞുവീഴൽ കണ്ടിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ മൂന്നാമത്തെ മുട്ട പപ്സ് തീറ്റയുടെ മുക്കാൽ ഭാഗവും വിജയകരമായി പൂർത്തിയാക്കുകയും ബാക്കി മുട്ട പപ്സിൻ്റെ ഭാഗം തൻ്റെ വലം കയ്യിൽ മുറുക്കി പിടിക്കുകയും ചെയ്ത പെൺകുട്ടി ശബ്ദിച്ചു, ഒന്ന് പോടാപ്പാ, ഇയാടെ ഒരു കിരീടം കളി. എടാ തുന്തുരു, നീ ആ കിരീടത്തിലെ സേതുവിൻ്റെ അച്ഛനാകാതെ നമ്മുടെ അച്ഛനോട് പറ, നിനക്ക് 2 മുട്ട പപ്സ് വേണമെങ്കിൽ വാങ്ങിച്ചു തരാൻ, എന്നിട്ട് നീ അത് തിന്നോ കൊതിയൻ. ചമ്മൽ കൊണ്ട് തുന്തുരു തൊന്തരവായി നിൽക്കുമ്പോൾ പെൺകുട്ടി തൻ്റെ മാതാപിതാക്കൾക്ക് നേരെ തിരിഞ്ഞു. ശ്രീദേവി ചേച്ചിയുടെ മുഖത്ത് വെള്ളം തെളിക്കുകയായിരുന്നു പ്രിയ ഭർത്താവ് കേശവേട്ടനപ്പോൾ. ജലസ്പർശം അറിഞ്ഞ ശ്രീദേവി ചേച്ചി കണ്ണു തുറന്നു നോക്കുമ്പോൾ സഖാവ് കേശവേട്ടൻ കാതോർത്ത് നിൽക്കുമ്പോൾ പെൺകുട്ടി, അച്ഛാ അമ്മേ നിർത്തുന്നുണ്ടോ നിങ്ങളുടെ ഈ കരച്ചിൽ കഥാപ്രസംഗം, നിങ്ങളുടെ പിഴിച്ചിലും കരച്ചിലും നിലോളിയും കാരണം എനിക്ക് എൻ്റെ മൂന്നാമത്തെ മുട്ട പപ്സിനെ ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു കോൺസെൻട്രേഷൻ കിട്ടിയില്ല. വിഷം പോലും വിഷം, കുന്താണ്, വിഷമൊന്നല്ല, വിഷമോ ഒരു വിഷമമോ ഇല്ല, എനിക്ക് ഇനി ഒരു 2-3 മുട്ട പപ്സ് കൂടി കഴിക്കാനായിട്ട് ഒരു വിഷമവും ഇല്ലയെന്ന്. പെൺകുട്ടി തുടരുന്നു, എൻ്റെ ദൈവേ, ഒരു നേരം 3 മുട്ട പപ്സ് കഴിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത വീട്ടിലാണല്ലോ ഞാൻ ഇത്രയും കാലം ജീവിച്ചേ. ദിസ് ഇസ് സോ ക്രൂവൽ, അൺസഹിക്കബിൾ. പെൺകുട്ടിയോട് ഇംഗ്ലീഷ് കേട്ട് മാമൻ പെൺകുട്ടിയെ നോക്കി. തിരിച്ച് പെൺകുട്ടി മാമനെ നോക്കിയപ്പോൾ ആ നോട്ടം നേരിടാനാവാതെ മാമൻ തന്നെ ഫോൺ എടുത്ത് വിളിച്ചു. കാക്കുമാമൻ, ഹലോ ആംബുലൻസ് വേണ്ട കേട്ടോ, പകരം പോണ്ടിച്ചേരിക്ക് ടൂർ പോകാനൊരു മാറ്റഡോർ വാൻ ഏർപ്പാടാക്കി തരുമോ, ഹലോ. മറുതലയ്ക്ക് നിന്ന് മറുപടി അത്യുന്നത സാഹിത്യ ഭാഷ കലർന്ന മലയാള ഭാഷയിലായിരുന്നു എന്ന് മാമൻ്റെ മുഖഭാവങ്ങളിൽ നിന്നും മറ്റുള്ളവർ മനസ്സിലാക്കുന്നു. സഖാവ് കേശവേട്ടൻ ഒരു ആത്മപൂച്ഛം തോന്നി. താൻ മകൾക്ക് കൊടുത്ത പപ്സിൽ ഒരിക്കലും വിഷം കലരില്ല എന്നറിഞ്ഞിട്ടും താൻ എന്തേ ആ കൂട്ടനിലവിളിയിൽ ഭാഗഭാക്കായേ എന്ന കാര്യം ആലോചിച്ച് കേശവേട്ടൻ ചമ്മിച്ചിരിക്കുമ്പോൾ പത്നി ശ്രീദേവി ചേച്ചി ജലഗണങ്ങളുടെ സഹായത്തോടെ പരിസരബോധം ആർജിക്കുമ്പോഴും പെൺകുട്ടി തന്നെ മുട്ട പപ്സിൻ്റെ അവസാന ഭാഗം ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. ആ 1.5 കഴിക്കലിന് ശേഷം പെൺകുട്ടി എല്ലാവരോടുമായി പറഞ്ഞു, അമ്മേ അച്ഛൻ മാമ തുന്തിരാങ്ങളെ, എത്ര നേരമായി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ശ്രമിക്കുന്നു. സഖാവ് കേശവേട്ടൻ ശ്രീദേവി ചേച്ചിയും കാക്കുമാമനും ഒന്നിച്ച് ചോദിച്ചു, എന്താണ് മോളെ. തുന്തിരാങ്ങളെ സെപ്പറേറ്റായി ചോദിച്ചു, എന്താണ് ചേച്ചി. പെൺകുട്ടി പറഞ്ഞു, അത് പിന്നെ അച്ഛ അമ്മേ മാമ തുന്തിരുമോനെ, എനിക്ക് ഉടനെ എടിപിടി എന്ന് പറഞ്ഞിട്ടൊരു വിവാഹം വേണ്ടാന്ന്. എനിക്ക് വളരെ ധൃതി പിടിച്ച് പെട്ടെന്നൊരു വിവാഹം വേണ്ട, അതെനിക്കിഷ്ടവുമല്ല, എനിക്കത് ഇഷ്ടമേ അല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ അത്ര കണ്ട് നിർബന്ധമാണെങ്കിൽ സഖാവ് കേശവേട്ടൻ ശ്രീദേവി കാക്കുമാമന് തുന്തിരുമോൻ ഒന്നിച്ചു ചോദിച്ചു, നിർബന്ധമാണെങ്കിൽ. അനന്തരം പെൺകുട്ടിയുടെ മുഖത്തൊരു നാണഭാവം വിരുന്നു എത്തി, ഒരു കള്ളച്ചിരി പരന്നു. ശരീരഭാഷയിൽ ഒരു കുണുങ്ങലിനെയും കൊട്ടുകൂട്ടി പെൺകുട്ടി പറഞ്ഞു,
നിങ്ങൾക്കൊക്കെ അത്രയ്ക്കങ്ങ് നിർബന്ധമാണെങ്കിൽ ഒരു 4-5 ആഴ്ച കഴിഞ്ഞിട്ട് മതി എനിക്ക് വിവാഹം, ഒരു 4-5 ആഴ്ച കഴിഞ്ഞിട്ട് മാത്രം. അനന്തരം സഖാവ് കുറുക്കഞ്ചേരി കേശവേട്ടൻ സോ പത്നി ശ്രീദേവി ചേച്ചി സോ പുത്രൻ തുന്തുരാങ്ങള സോ അളിയൻ കാക്കുമാമൻ എന്നിവർ പ്ലിങ്ങായി നിൽക്കുമ്പോൾ ശാരിക്കുട്ടി എന്ന പാവം പെൺകുട്ടി തൻ്റെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് അടുത്ത കാലത്ത് കോളേജിൽ അവതരിപ്പിച്ച ആധുനികവും അതിമനോഹരമായ വെസ്റ്റേൺ ഡാൻസിൻ്റെ ചുവടുകളും പാട്ടുകളുമായി തൻ്റെ മാതാപിതാക്കൾക്കും മാമനും കുഞ്ഞാങ്ങൾക്ക് മുമ്പ് അർമാദിക്കുന്നു, പൂണ്ട് വിളയാടുന്നു. അപ്പോൾ മാത്രമേ അളിയന്മാർക്ക് മനസ്സിലായുള്ളൂ ശാരി മോളുടെ വിവാഹ വൈകലിൻ്റെ നീണ്ട കാലാവധി, വിവാഹ വേഗത്തിൻ്റെ ചടപടാ നടപടി. ശ്രീദേവി ചേച്ചി കാര്യങ്ങൾ അത്ര പെട്ടെന്ന് കത്തിയില്ല. കാരണം അവർ കുറേ നേരമായി കിളിപോയ അവസ്ഥയിൽ നിലത്ത് തന്നെ കുത്തിയിരിക്കുകയായിരുന്നു. തനിക്ക് തരാതെ 3 മുട്ട പപ്സ് തൻ്റെ ശാരി ചേച്ചി ഒറ്റയ്ക്ക് തട്ടിയെന്ന കാര്യത്തിൽ ചേച്ചിയോട് അല്പം കെറിവുണ്ടായെങ്കിലും വിവാഹ തീരുമാനം അറിയിച്ച് ചേച്ചി ഡാൻസ് പെർഫോമൻസ് കണ്ടപ്പോൾ തുന്തുരുവിലും കയറി ഒരു നൃത്താവേശം. അന്നേ പാചക നിപുണനായ അവൻ വറച്ചട്ടിയിലെ കടുകുമണി പോലെ പൊട്ടിത്തെറിച്ചൊരു റാസ്പുട്ടിൻ സ്റ്റെപ്പുമായി ചേച്ചിയോട് ചേർന്നു. അതാ പശ്ചാത്തലത്തിൽ റാസ്പുട്ടിൻ ഗാനമുയരുന്നു. ആ ഗാനത്തിനൊപ്പം തൻ്റെ ശാരിക്കുട്ടി മോളുടെയും തുന്തുരുമോൻ്റെയും നൃത്തച്ചൂടുകൾ സഖാവ് കേശവേട്ടനും കാക്കുമാവനും പിടിച്ചു നിൽക്കാനായില്ല. പ്ലിങ്ങായി നിന്ന് അവരും പെട്ടെന്ന് സ്പ്രിങ്ങായി മാറി. കഴിഞ്ഞു. വിവാഹവേഗം അഥവാ വൈകാത്ത വിവാഹം എന്ന സാമൂഹ്യ സംഗീത കുടുംബ നാടകത്തിൻ്റെ ക്ലൈമാക്സ് രംഗം കണ്ട് കാണികൾ കരഘോഷം മുഴക്കുന്നു, ആരവമുയർത്തുന്നു, ആർപ്പൊളിക്കുന്നു, ചുളമടിക്കുന്നു, കൂടെ ആടിപ്പാടുന്നു. കണ്ണീരൊപ്പാനായി കയ്യിലെടുത്ത് വെച്ച തൂവാലകൾ വായുവിൽ ചുഴറ്റിയും ആകാശത്തേക്ക് എറിഞ്ഞും സ്റ്റേജിലേക്ക് എറിഞ്ഞും അവർ ആനന്ദ സാഗരത്തിൽ ആറാടുമ്പോൾ രംഗത്ത് ഗാനമത മാറുന്നു. തുടക്കം മാംഗല്യം പിന്നെ ജീവിതം വേണ്ട അങ്ങനെ പാട്ടിട്ടാ. പാട്ട് മുറുകുമ്പോൾ സഖാവ് കേശവേട്ടൻ ശ്രീദേവി ചേച്ചിയും കാക്കുമാവനും തുന്തുരാങ്ങളും ചേർന്ന് തങ്ങളുടെ അരുമയായവളും വിവാഹത്തിന് തീരെ തിരക്ക് കൂട്ടാത്തവളും ഷടപ്പടേന്നുള്ള കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലാത്തവളും നൃത്ത നിപുണയും ഗാനകോകിലവും നർമ്മവാചാല കോകിലയുമായി ശാരിക്കുട്ടി എന്ന പാവം പെൺകുട്ടിയെ പൊക്കിയെടുത്ത് നൃത്തം ചെയ്യുന്നു. ഒരു ഡാൻസ് ആയിരുന്നില്ല അത്. പൗരാണികവും നാടനും നാടോടിയും മോഡേണും വെസ്റ്റേണും ഈസ്റ്റേണും ക്ലാസിക്കലും റോക്ക് ആൻഡ് റോളും ഡിസ്കോയും ബ്രേക്കും ബെല്ലിയും അറബിക്കും കഥക്കും മണിപ്പൂരിയും സിനിമാറ്റിക്കും കണ്ടംപറയും മാങ്ങാപറയും ചെളിക്കുത്തും അങ്ങനെ ഗോത്ര കാലഘട്ടം മുതൽ മധ്യകാലഘട്ടം മുതൽ പ്രപഞ്ചത്തിൽ മനുഷ്യരാശി അവൻ്റെ ആനന്ദവേളകൾ ആസ്വാദികരമാക്കാൻ ആവിഷ്കരിച്ച നൃത്തരൂപങ്ങൾ ഒന്നാകെ സമന്വയിപ്പിച്ച ഒരു ഒന്നൊന്നര ഫാൻറ്റാസ്റ്റിക് ഫ്യൂഷൻ ഡാൻസ് ആയിരുന്നു അത്. ആ നൃത്യശില്പത്തിൻ്റെ ശുഭപര്യവസാന വേളയിൽ കാണികളുടെ ആരവങ്ങൾക്കിടയിൽ ശബ്ദം മങ്ങിപ്പോയൊരു ക്രിം ബെല്ലോടുകൂടി തിരശ്ശീല വീഴുന്നു. അപ്പോഴും ജനാരവങ്ങൾക്കുമേലെ ആ ഗാനം അലയടിക്കുന്നുണ്ടായിരുന്നു. തുടക്കം മാംഗല്യം. അത് അങ്ങനെ നല്ല വരിയൊക്കെ വേറെയാ. ഇനിയുണ്ടല്ലോ ഒരു 5-6 പേജ്. ഇതൊക്കെ ഇനിയുണ്ട് പേജുകൾ. ഇനിയുണ്ട്. നാടകം കഴിഞ്ഞു. ഇനി നാടകം കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് അനൗൺസ്മെന്റുകളും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ളത്. കുറേട്ടാ. അപ്പൊ അത് നമ്മളിനി വായിക്കുന്നില്ല. അതെ. അത് ഞങ്ങൾ വേറെ ഏതെങ്കിലും ഇതിലൊക്കെ നമുക്ക് പാചകത്തിന്റെ ഇടയില അല്ലെങ്കിൽ നമുക്ക് മണിയുടെ ഇടയിലൊക്കെ നമുക്ക് വായിക്കാം. കുറേ എഴുതി കൂടി ഇത് അതല്ലേ. അല്ല, ലാസ്റ്റത്തെ ഒരു മിനിറ്റ് കേട്ടാ, ഒരു സാധനം മാത്രമായി കേട്ടാ. പ്രിയ നാടകപ്രേമികളെ, വിവാഹവേഗം അഥവാ വൈകാത്ത വിവാഹം എന്ന സാമൂഹ്യ സംഗീത കുടുംബ നാടകത്തിൻ്റെ 2ാം ഭാഗം ശാരിക്കുട്ടി ഓമനയുടെ അജുക്കുട്ടൻ അഥവാ താമരശ്ശേരിയിലെ 5ാം ഓമന എന്ന നാമധേയത്തിൽ അണിയറയിൽ അണിഞ്ഞൊരുങ്ങുന്നു. ഇതിൻ്റെ 2nd പാർട്ട്. നായക പ്രാധാന്യമുള്ള പ്രസ്തുത നാടകം ഉടൻ തന്നെ നിങ്ങൾക്ക് മുന്നിൽ പ്രദർശനത്തിനെത്തുന്ന വിവരം ഞങ്ങൾ സസന്തോഷം അറിയിക്കുകയാണ്. പ്രിയ കലാസ്നേഹികളെ, നാടകപ്രേമികളെ, നാടകപ്രേമന്മാരെ, തൃശ്ശൂർ കണ്ണംകുളങ്ങര രസിത തിയേറ്റേഴ്സിൻ്റെ ബാനറിൽ വിശ്വവിഖ്യാത നാടക സാമ്രാട്ട് ധർമ്മടം പിള്ള ആകെ മൊത്തം സംവിധാനം ചെയ്ത് അണിച്ചൊരുക്കിയ വിവാഹവേഗം അഥവാ വൈകാത്ത വിവാഹം എന്ന ഡ്രാമാസ്കോപ്പിക് സാമൂഹ്യ സംഗീത കുടുംബ നാടകത്തിൻ്റെ അരങ്ങേറ്റ പ്രദർശനം വൻ വിജയമാക്കി നിങ്ങൾ ഓരോരുത്തരോടുമുള്ള അഗൈതവമായ നന്ദി വാക്കുകൾക്ക് അതീതമായി രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ. ഒപ്പം നിങ്ങൾ അമിതാവേശ ആഹ്ലാദത്തിൽ തിക്കും തിരക്കും കൂട്ടരുത് എന്ന് അപേക്ഷിക്കുകയാണ്. അത്ഭുതകരമായ അഭിനയം കാഴ്ചവെച്ച ഈ നാടകത്തിലെ അഭിനേതാക്കൾക്ക് ഹാരം, ചെണ്ട്, ബൊക്കെ എന്നിവ നൽകി അഭിനന്ദിക്കാൻ താല്പര്യമുള്ള നാടകപ്രേമികൾ സ്റ്റേജിന് പുറകിലുള്ള ഗ്രീൻ റൂമിൻ്റെ ഇടതുവശത്തായി ക്യൂ നിൽക്കണമെന്നും സ്വർണ്ണഹാരം, നോട്ടുഹാരം എന്നിവ അണിയിച്ചും പുഷ്പഹാരമോ പലഹാരമോ അല്ലാത്ത പല ഉപഹാരങ്ങളും കീശയിലോ കയ്യിലോ കാൽക്കിലോ സമർപ്പിച്ച് നാടക സ്രഷ്ടാവിനെ അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും താല്പര്യമുള്ള നാടകപ്രേമികൾ ഗ്രീൻ റൂമിൻ്റെ വലതുവശത്തായും ക്യൂ നിൽക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നാടക സ്രഷ്ടാവിൻ്റെ ഓട്ടോഗ്രാഫ് ആവശ്യമുള്ളവർ ഓട്ടോഗ്രാഫ് 1-ന് 300 രൂപ വെച്ച് മുൻകൂട്ടി പണമടച്ച് പേര് രജിസ്റ്റർ ചെയ്യണമെന്നും രജിസ്ട്രേഷൻ കൗണ്ടർ ഗ്രീൻ റൂമിന് സമീപത്തായി പ്രവർത്തിക്കുന്നു എന്ന വിവരവും അറിയിക്കുകയാണ് ഞങ്ങൾ. ഈ നാടകത്തിൽ നായികയെ അത്യുജ്വല അഭിനയം കാഴ്ചവെച്ച നടിയെ പുഷ്പഹാരം,
സ്വർണ്ണഹാരം, വജ്രഹാരം, രത്നഹാരം എന്നീ ഉപഹാരങ്ങളല്ലാതെ മുട്ട പപ്സ് എന്ന പലഹാരം സമ്മാനിച്ച് അഭിനന്ദിക്കാനോ സ്വാധീനിക്കാനോ കെട്ടിപ്പിടിക്കാനോ ആരാധകരാരും താല്പര്യപ്പെടരുത്. കാരണം ശാരിക്കുട്ടി എന്നത് കഥാപാത്രം മാത്രമാണ് മുട്ട പപ്സിനെ പ്രണയിക്കുന്നത് ശാരിക്കുട്ടി എന്ന കഥാപാത്രം മാത്രമാണ് മുട്ട പപ്സിനെ പ്രണയിക്കുന്നത് എന്നുകൂടി അറിയിക്കുകയാണ് ഞങ്ങൾ. ഇനി പിന്നെ അവിടെ നിങ്ങൾ പരസ്യം അതൊക്കെയാണ് കേട്ടോ. നാരങ്ങ മുട്ടായി, അജ്മോൻ സ്വീറ്റ്സ്, ചെട്ടിയാർമുണ്ട്, അങ്ങനെയൊക്കെയുള്ള പരസ്യങ്ങളും ലാസ്റ്റ് അതിൻ്റെ കൺക്ലൂഷനും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ആളെ വായിച്ച് ക്ഷീണിച്ചു നമ്മൾ. അപ്പൊ ഇത് എഴുതി കൂട്ടി അടക്കം ആലോചിച്ചേക്ക് കഴിഞ്ഞിട്ടില്ലേ, സമ്മതിക്കണം. നമുക്ക് ഇങ്ങനെ ഒരു ആരാധകൻ ഒരു അയ്യോ ആ തുടക്കത്തെ കുറച്ച് പേജുകളിലത്തെ ആ ഇൻട്രോ മൊത്തം വായിച്ചിട്ടില്ല. ലാസ്റ്റ് കുറച്ച് പേജുകളും ഉണ്ട് വായിക്കാൻ. ഒരു 2.5 മണിക്കൂർ നേരത്തേക്കുള്ളത് ശരിക്കും. അത് വായിക്കണം എന്ന് നിങ്ങളെ ബോറടിച്ചാലോ വെച്ചിട്ട് അന്ന് 2 പേജ് വായിച്ച് നിർത്തിയ പിന്നെ വായിക്കാൻ കുറേ റിക്വസ്റ്റ് വന്നുകൊണ്ട് മാത്രമായിട്ട് അത് വായിച്ചേ. അപ്പോൾ ഇത് എല്ലാവർക്കും ചിലപ്പോൾ കേൾക്കാൻ ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും നമ്മൾ വായിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് വലിയ വലിയ കമൻറ്റുകൾ, നല്ല നല്ല കമൻറ്റുകൾ, ഭയങ്കര സാഹിത്യപരമായിട്ടുള്ള കമൻറ്റുകളൊക്കെ വരുന്നതിൽ അത്ഭുതമില്ല അല്ലേ ശരിക്കും? വേറെ യൂട്യൂബേഴ്സിനും ഇങ്ങനെ വരുന്നുണ്ടാവും, നമ്മൾ അറിയാണ്ടാവും. എന്തായാലും സുധർമ്മൻ ചേട്ടൻ്റെ അടുത്തുള്ള നന്ദി സ്നേഹമൊക്കെ എങ്ങനെയാണ് അല്ലേ, എങ്ങനെയാണ് സ്നേഹമൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റുക. അപ്പോൾ നിർത്താട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ടാണ് വരെ. നന്ദി, നമസ്കാരം. ഇതിനിടെ ഒരു ചാർലിയും നമ്മുടെ ഇമ്രാനും ഇവിടെ കിടന്ന് ഇങ്ങനെ ഓടി കളിച്ച് നമ്മുടെ അതിൻ്റെ ട്രൈപ്പോണിൻ്റെ കാലമൊക്കെ അങ്ങോട്ട് അനക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഇവിടെ പലതും നടക്കുന്നുണ്ട്. കണ്ട 2 പേരിവിടെ ഉണ്ട്, 2 പേരിവിടെ ഓടിക്കളിയിരുന്നു. ഇങ്ങോട്ട് കാണിക്കണേ, ഒരാളെ മാത്രമായിട്ട് ഓർമ്മിക്കാൻ പറ്റില്ല.